ഹലോ. ഹലോ ഉം. ഹലോ ഹലോ. ആ എന്തുണ്ട് ഉം. എന്തെല്ലാം എന്തുണ്ട്? ഉം? ഉം. എന്താണ് രാവിലെ തന്നെ വിളിച്ചത്? ഞാന് ഒന്നുമില്ല. ഒന്നുമില്ലാണ്ട് ഉം. വെറുതെ വിളിച്ച? ഏ? ഒന്നുമില്ലാണ്ട് വെറുതെ വിളിച്ച? അതല്ല, ഇക്കാക്കില്ലേ നീ എന്തോ ഒരു സംശയം പോലെ കേട്ടാ. ഇക്കാക്ക് നിന്നെ എന്തോ സംശയം പോലെ? എന്ത് സംശയം? ഏ? എന്ത് സംശയം? എന്നാന്നറിയില്ല, ഇന്നലെ എന്റെ കളിയൊന്നുമില്ലേനും, പക്ഷെ ഞാനും ഒക്കെ ഇങ്ങനെ ഇരുന്നേരോ എന്തോ ഒരു ഇക്കാക്ക് എന്തോ സംശയം വന്ന പോലെ അന്നെ ഇങ്ങനെ എന്റെ മുഖത്തന്നെ നോക്കുന്നു. അത് എനിക്ക് തോന്നിയായിരിക്കും. അതൊന്നുമില്ല. എന്നാന്നറിയില്ല, എന്റെ മുഖത്തന്നെ നോക്കി രണ്ട് നീ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ പോയി നീ ചോദിച്ചു. അതങ്ങനെ ചോദിക്കാൻ നീ പറഞ്ഞിട്ടില്ലേ ചങ്ങായിന്റെ വീട്ടിലാ പോന്നു? ചങ്ങായിന്റെ വീട്ടിൽ തന്നെയാ പോന്നെന്ന് പറഞ്ഞു. എന്നാന്നറിയില്ല, എന്റെ മുഖം കണ്ടിട്ടാണോ അങ്ങനെ ചോദിച്ചത്. എനിക്കൊരു പേടി. നീ പേടിക്കാൻ അത് വെറുതെ ചോദിച്ചായിരിക്കും പുള്ളി. വെറുതെ അങ്ങനെ ചോദിക്കുവാ? എന്നിട്ട് വെറുതെ പറഞ്ഞ നീ എന്നാ പറഞ്ഞേ? ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെയാ പോയെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഞാൻ മതിലല്ലേ ആക്കി വെച്ചിന് എന്റെ മുഖല്ലോ. ഞാനെന്നാ ആക്കി? അത് കണ്ടിട്ടാണോ ഒക്കെ സംശയിച്ച് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീ പോയപ്പാട് നിന്നെ കാണുന്നില്ല, അന്നേരം പറയണ്ടേ? അല്ല, നമ്മള് ഇങ്ങനെ രണ്ടാളും ഇരുന്നേരല്ലേ ശ്രദ്ധിക്കുന്നു, മുഖം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട്. നിന്റെ ഇക്കാക്കാവാത്ത പരിചയക്കാരൊന്നുമില്ലല്ലോ? നമ്മള് പോകുമ്പോ ആരും കണ്ടിട്ടുണ്ടാവുക പറ്റൂലേ? മൊത്തത്തിൽ പേടിയായി. പേടിക്കാന്നില്ല, ആ പുള്ളി വെറുതെ എന്തെങ്കിലും ചോദിച്ചായിരിക്കും. നീ ഉറപ്പിച്ച് പറഞ്ഞാൽ പറയാ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ പോയിന്. ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെയാ പോയിന്ന് പറഞ്ഞു. ഉറപ്പന്നല്ലേ? അത്ര പിന്നെ എനിക്ക് അങ്ങനെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഇതാ ഫോണിതാ നമ്പർ എടുത്ത് നിങ്ങൾ വിളിച്ചു നോക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല അതൊന്നും വേണ്ട, ഞാൻ വെറുതെ ചോദിച്ച അങ്ങനെ സംശയമൊന്നും ഇല്ലാതെന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു സംശയം. നീ അത് കണ്ടിട്ട് ഇങ്ങനെ പേടിക്കണ്ട. അത് വെറുതെ ചോദിച്ചായിരിക്കും. നീ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെയല്ലേ പോയിന്? അങ്ങനെയല്ല, അത് ഇപ്പൊ എന്റെ മൊബൈലും കണ്ടിട്ട് ചോദിച്ചതാണോ? എനക്കൊരു സംശയമായി. പിന്നെ ആ ഏരിയയില് നമ്മള് പോയ ഏരിയയില് ഇയാൾക്ക് പരിചയമുള്ളാരും ഉണ്ടായ ഭാഗത്ത്? എങ്ങനെ അറിയാം? എനിക്ക് അങ്ങനെ അറിവൊന്നുമില്ലല്ലോ. എനക്കങ്ങനെ അറിവൊന്നുമില്ല. ഈ അകത്തുനിന്ന് പുറത്തിറങ്ങാതെ ഞാനെങ്ങനെ അറിയാനാ? അകത്തുനിന്ന് പുറത്തിറങ്ങാതെ നീയാ? അങ്ങനെയല്ല, ഇങ്ങനെ ഒരു പരിചയം എനിക്ക് അങ്ങനെ ആ കാര്യമല്ല, പരിചയം എനിക്കറിയില്ലല്ലോ. എന്നാ ചോദിച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ടായിട്ട് ഭാഗത്തുള്ളതായിട്ട് പറയാൻ പറ്റില്ല. ഇയാള് ഗൾഫിലായതുകൊണ്ട് ഉണ്ടാവൂലേ എല്ലാരും എനിക്കറിയില്ല. അങ്ങനെ എന്നാലും അവർക്ക് നിന്നെ മാത്രല്ല, നീ മൂടി പോകത്തില് കറുപ്പിനുള്ളിൽ കൂടിയിട്ട് വരുന്നത് ആര് കാണാനാണ്? എനിക്കറിയില്ല. നിന്നെ ഇന്നലെ റോഡിന് കൊണ്ട വിട്ടുവന്ന ആരാ? എന്റെ വണ്ടിക്കായിരുന്നു കണ്ടിട്ടുണ്ടാവല്ലോ. അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോ മൊത്തത്തിൽ പേടിയായി. ഇപ്പൊ ഇക്കാക്കന്നെ സംശയമാണോന്നും എനിക്കറിയില്ല. അത് സംശയമൊന്നും ആയിരിക്കൂല, അത് വെറുതെ ചോദിച്ചായിരിക്കും. ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ പോയിന്. ചിലപ്പോ പുള്ളി ഈ ഗൾഫുകാർക്കൊക്കെ ഉള്ളൊരു പരിപാടി ഉണ്ട് എന്നുവെച്ചാല് ഈ സംശയം വെറുതെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും. മറ്റേ വേറെന്നാ അങ്ങനെ വെറുതെ ചോദിക്കുവാ? അത് വെറുതെ ചോദിച്ചായിരിക്കും. ചോദിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നേ, നീ പോയതിനു ശേഷം ആശാൻ പറയുകയാണെങ്കിൽ കളിക്കാനൊന്നും പറ്റില്ല. നീ എന്ന് പറഞ്ഞില്ല എന്തോ ഒരു മൊബൈലിന്റെ ഇടപാടുണ്ട്? അത് വീട്ടിൽ തന്നെയല്ലേ? അത് തന്നെയല്ലേ കളി? അല്ല, അങ്ങനെ കളിക്കുന്നിടത്ത് പോയ ഇന്നലെ ഗ്യാപ്പിന് പോയാലോ നീ മറ്റാ എന്തെങ്കിലും കണ്ടോ അറിഞ്ഞോന്ന് വെച്ചിട്ട് ആ സംശയത്തിൽ ചോദിച്ചതാണോ? അല്ല, ഞാൻ പോകുമ്പോ ഇക്ക വീട്ടിലുണ്ടല്ലോ തിരിച്ചു പോകുമ്പോ. അല്ല, അപ്പോഴേക്ക് വന്നൂടെ?
അതൊന്നും ഞാൻ പിന്നെ ചോദിച്ചില്ല. എനക്ക് ഉള്ളില് പേടിയും വെപ്രാളമായിട്ട് ഒന്നും ചോദിക്കാനും തോന്നുന്നില്ല. ആ ഇനിയിപ്പോ നീ ആയിട്ട് നീ ഒന്നും ചോദിക്കൊന്നും വേണ്ട. അത് വെറുതെ ചോദിച്ചായിരിക്കും. അതുകൂടി നിനക്കപ്പാട് നീ എന്ത് പോണപ്പാട് സൂത്രത്തില് ഇത് കാനെ വിളിച്ച് നമുക്ക് ഇന്ന് ഒരുമിച്ച് കളിക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടി കളിക്കണ്ടേ? കളിക്കുമ്പോ മനസ്സിലാവൂലേ എനക്ക് വേദനയും ഇതെല്ലാം ചതവെല്ലാം കാണുമ്പോ. ചാത്തപ്പ ഇതെന്നാ നീ മരം പിടിക്കാൻ പോയിനാ? അങ്ങനെയല്ല, എനക്ക് ഒട്ടാകെ മറ്റേ ഇന്നലെ കളിച്ചിട്ട് വേദനയും ഇതെല്ലാം ഉണ്ട്. അതിന് മെല്ലല്ലേ കളിച്ചിട്ടുള്ളൂ, ഭയങ്കര കളിയൊന്നും അല്ലല്ലേനു. അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നിലുള്ള കളിക്ക് നീ എന്താ പറയാ? എവിടെയല്ലോ മുട്ടിപ്പോലും ചെയ്തിന്. എവിടെയാ മുട്ടി? കല്ല എന്നാ മരത്തോടാ എന്തോ. കോർട്ടിന്റെ അകത്ത് കുറച്ച് കല്ലും മരലും ഉണ്ടായിരുന്നു. മരയെല്ലാം മുട്ടിയിട്ട് നോക്കുമ്പോ എനക്ക് മൊത്തത്തില് വേദന ശരീരം. അന്നേരം ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കളിക്കുന്ന സമയത്ത് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കിപ്പോ എന്നാ പറയണ്ടേന്നും അറിയില്ല. നീ പേടിക്കൊന്നും വേണ്ട. ഇത് പിന്നൊന്നും പറഞ്ഞിട്ടില്ല, രാവിലെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ രാത്രി ചോദിച്ചല്ലേ ഉള്ളൂ. ഇന്നലെ രാത്രി തന്നെ. അത്ര കാര്യമാക്കി എടുക്കണ്ടെന്നാ തോന്നുന്നു. രാവിലെ എണീക്കുമ്പോ എനക്ക് എന്നാ പറയണ്ടേ ചെറിയ പേടി ഉണ്ടേനു. ഇത് എന്നാലേ മുഖം നല്ലോണം ശ്രദ്ധിക്കൂ. അതിന് മാത്രം നമ്മുടെ മുഖത്തുള്ളേ, അതിന് മാത്രമൊന്നുമില്ലല്ലോ. പിന്നെ ഒന്നും മുഖത്ത് പിന്നെ ഞാനൊന്നും കണ്ടില്ല അങ്ങനെ. കാക്കെന്നാ തോന്നിയെന്ന് എനിക്കറിയില്ല ഇന്നലെ. എന്തായാലും എന്തെങ്കിലും അല്ല അങ്ങനെ ഒരു നിങ്ങള് കളി 2 ദിവസത്തേക്ക് മാറ്റി വെച്ചോ. ഇനി ഞാൻ ഇങ്ങനത്തെ കളിക്കൊന്നും ഇല്ല കേട്ടാ. അയ്യോ അങ്ങനത്തെ കളിയൊന്നും ഇല്ലല്ലോ. നേരം എന്നുവെച്ചാൽ ഇടയ്ക്കിടെ കളിക്കണം, അന്നേരം പിന്നെ അത്ര പവറായിട്ട് കളിക്കേണ്ടി വരില്ല. മെല്ലെ കളിച്ചാൽ മതി. കുറെ കാലം കൂടിയിട്ട് കളിക്കുമ്പോൾ ഇങ്ങനെ ലൈഫ് പോകുന്നു. ഇനി കളിക്കാനേ ഇല്ലാന്ന് പറഞ്ഞേക്കല്ല കേട്ടാ. കളിക്കാനേ ഇല്ലാന്നല്ല, ഇനി കുറച്ച് ദിവസത്തേക്ക് ഇല്ല. കളി മാറ്റി വെച്ച്. കളി മാറ്റി വെക്കാനാ? അത് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. ഇത് അയാൾ വെറുതെ ചോദിച്ചായിരിക്കും. നീ വെറുതെ ഇനി ഓർത്ത് ടെൻഷൻ അടിച്ച് ഒരിക്കലും ചോദിക്കാതെ ആള് പിന്നെ പെട്ടെന്ന് ചോദിക്കുമ്പോ പേടിയാവൂലേ? അല്ല അത് ശരി തന്നെയാണ്. ഇനി നീ ഒരു കാര്യം, ഇനി തുടർന്ന് അങ്ങോട്ട് പുള്ളിയുടെ പെരുമാറ്റം എങ്ങനെയാണ് നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് മനസ്സിലാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരുമിച്ച് ഒരു കളി കളിക്കും, ഒരുമിച്ച് കളിക്കാൻ റെഡിയാക്കും. എന്നിട്ട് കളിച്ചിട്ട് രണ്ടാളും ഒരുമിച്ചൊരു ഗോൾ അടിക്കാനുള്ള നോക്കാം. അന്നേരം മനസ്സിലാവൂലേ ഇയാൾക്ക് വേറെ. അത് ഇന്ന് രാത്രി എന്തായാലും നിങ്ങൾ ലൈറ്റിലിട്ടിട്ട് നല്ലൊരു കോർട്ടിൽ ലൈറ്റിലിടുക. എന്നിട്ട് നല്ലൊരു കളി പാസ്സാക്ക്. അത് ഇന്ന് ശ്രമിക്ക്, ഇന്ന് ആളെ വിളിക്ക്. ഇന്ന് നിങ്ങൾ എന്താ പറയുക ടീമായിട്ട് കളിക്കുക, അല്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് ഒരു അന്നത്തെ ഇത് മലപ്പുറത്ത് പോയിട്ടുള്ള കളിയില്ലേനോ, അതേപോലത്തെ ഒരു കളി പാസ്സാക്കാം. അന്നേരം മനസ്സിലാവും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല. ശ്രമിക്കാറൊന്നുമല്ല, കൂട്ടി ഒരു കളി കളിക്കും. അതോടെ പ്രശ്നം. അതിന്റെ നാളെ എന്നെ വിളിച്ച് അറിയിക്കും പോണം കേട്ടോ, എന്തെങ്കിലും വിഷയം ഉണ്ടോന്ന്. ഇനിയിപ്പോ എന്റെ ഉറക്ക് പോയല്ലോ. എന്തിന്? ഇന്നലെ നീ വിളിച്ച എന്റെ ബണ്ടിന്റെ കാര്യം പറഞ്ഞത് ആവേശം ഉണ്ടായിരുന്നു. ആവേശം പോയിരിക്കും. ആവേശം തന്നെ അനക്കും പോയത്. വളരെ മോശം പരിപാടി പോയി. ഒന്നും ഉണ്ടാവില്ല. ഇനി വിളിക്കുന്ന കണ്ടിട്ട് ആദ്യം സംശയം വേണ്ട, ഞാൻ വെക്കുന്നു. ഇത് എവിടെ പോയേ? പുറത്താറ്റുകൊണ്ട് പോയിട്ട്. അല്ല നീ എന്നെ വിളിക്കുമ്പോ ഒന്നും പുള്ളി കാണും ശ്രദ്ധിക്കുന്നൊന്നുമില്ലല്ലോ. അതില്ലാതെ വിളിക്കുന്നു ഞാൻ. അതെ അല്ലേ, അയാളെ കാഴ്ചപ്പാടിൽ നീ അധികം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരാളല്ലേ. അതെ, അങ്ങനെ ഞാൻ പറഞ്ഞു അതൊന്നും പുറത്തിറങ്ങാതെ ഞാൻ. അതല്ലേ ചിലപ്പോ ഇതെല്ലാം കൊണ്ടായിരിക്കും കേട്ടോ അയാൾ നിന്നെ. നീ എന്താ കമ്പ്യൂട്ടർ സയൻസ് എന്തെല്ലാം പഠിച്ചിട്ടില്ലേ? ജോലിക്കൊന്നും വിടാണ്ട് അടച്ചുപൂട്ടി വെക്കുന്ന കൊണ്ടായിരിക്കും കേട്ടോ. നാട്ടില്ലാതേരോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ വഴിതെറ്റി പോണ്ടായിരിച്ചിട്ട്. ഞാൻ വെക്കുന്ന. ശരി, വിളിക്കണേ, നാളെ വിളിക്കണേ ഇതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടേ. പറ്റുമെങ്കിൽ വിളിക്കും. ഓക്കെ.